കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BBAയുടെ ബിസിനസ് റിസർച്ച് മെത്തേഡ് പ്രീവിയസ് ഇയറായ 2024-ത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിസർച്ച് പ്രോബ്ലം. എന്താണ് റിസർച്ച് പ്രോബ്ലം? റിസർച്ച് ചെയ്യുന്ന ആളെയാണ് റിസർച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിസർച്ചറിന് അദ്ദേഹം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വിഷയം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം, അതിനെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നടത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. So, a research problem is a specific issue, difficulty or gap in a knowledge that a researcher intends to investigate. It's the central question that research aims to answer. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, problem means a question or issue. A research problem refers to some kind of a problem which a researcher experiences or observes in the context of either a theoretical or a practical situation. The researcher has to find out suitable course of action by which the objective can be attained optimally in the context of given environment. ഈ ക്വസ്റ്റ്യൻ റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് 2023, 2022, 2024 2 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്? ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊന്ന് അളക്കുക, അങ്ങനെ ചെയ്യുന്നതിനാണ് പറയുക ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മറ്റേതിന് എന്ത് ചെയ്യും, ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിയുടെ പഠന സമയം അവരുടെ പരീക്ഷാ മാർക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ പരീക്ഷാ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. ഈ പരീക്ഷയുടെ നമ്മൾ പഠിക്കുന്ന സമയം മാർക്ക്, അത് എന്തിനെ ആശ്രയിക്കുന്നു? വിദ്യാർത്ഥിയുടെ പഠന സമയത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദ വേരിയബിൾ ബീയിങ് മെഷേർഡ് ഓർ ടെസ്റ്റഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ, that is the independent variable. We can say, for example, studying how fertilizer affects plant growth. Plant growth is the dependent variable. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിൻ്റെ കുറിച്ചിട്ട് ഉള്ള പഠനം, അതായത് ഫെർട്ടിലൈസർ, അത് ചെടിയുടെ വളർച്ചയെ, പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു പഠനം. അതിൽ പ്ലാന്റ് ഗ്രോത്ത്, ചെടിയുടെ വളർച്ചയാണ് അതിലെന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാവശ്യത്തിനായിട്ട് മറ്റാരോ ശേഖരിച്ചിട്ട് അവർ പ്രസിദ്ധീകരിച്ച വിവരങ്ങളെക്കുറിച്ചാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നേരിട്ട് ശേഖരിക്കാത്ത വിവരങ്ങളെക്കുറിച്ചിട്ട്, അതായത് സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ, അക്കാഡമിക് ജേണൽ, കമ്പനി റിപ്പോർട്ട്, ഇതൊക്കെ എന്താണ് സത്യത്തിൽ സെക്കൻഡറി ഡാറ്റകളാണ്. സോ സെക്കൻഡറി ഡാറ്റ is the data that has already been collected by someone else for different purpose. Example, data from government census, company records, academic journals. It is very cheaper and faster to obtain than primary data. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോഡിംഗ്? കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൊരു എക്സ്പെരിമെൻറ്റിൽ ഒരു പ്രത്യേക വിവരത്തിന്, പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡാറ്റയ്ക്ക് വേണ്ടി, ഗുണപരമായിട്ടുള്ളൊരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്തെങ്കിലും അതൊക്കെ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റനെ എളുപ്പമാക്കി മാറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർവേയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രതികരിക്കുകയാണ്, നമ്മൾ റെസ്പോൺസ് കൊടുക്കുകയാണ്. പൂർണ്ണമായി യോജിക്കുന്നു എന്നതിന് നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി പൂർണ്ണമായി വിയോജിക്കുന്നു എന്നതിന് നമ്പർ 5 എന്ന് നൽകുന്നു. ഇങ്ങനെ പറയുന്നതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. സോ കോഡിംഗ് ഇൻ റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻറ്റു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതായത് നമ്പേഴ്സ് ആക്കി മാറ്റും, ടു മേക്ക് ഇറ്റ് ഈസിയർ ടു അനലൈസ്. ഇറ്റ് ഇൻവോൾവ്സ് അസൈനിങ് എ നമ്പർ ഓർ സിമ്പിൾ ടു എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഓർ തീം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ റിസർച്ച്. എന്താണ് റിസർച്ച്? റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടോ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും, അല്ലേ? അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യും.
ഒന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അത് ചിട്ടയായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു മാർഗം, ഒരു വഴിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഇസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്. It's a structured inquiry that aims to discover facts or revise existing theories. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യ കാലഘട്ടത്തിലുള്ള റിസർച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു സമ്മറി ആണ് ലിറ്ററേച്ചർ റിവ്യൂ. അതായത് ഇനി നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു റിസർച്ചിനെ കുറിച്ചിട്ട് ഇതുവരെ എന്തറിയാം, എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ അക്കാദമിക് ലേഖനങ്ങളിൽ കൂടെ പുസ്തകങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് വായിക്കുകയും സമ്മറൈസ് ചെയ്യൂലേ, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. So a literature review is a comprehensive summary of previous research on a particular topic. It helps a researcher to understand what's already known, identify gaps in existing knowledge and position their own research. ഇനി അടുത്തതാണ് വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമലായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക, അതിൽ ആ റിസർച്ചറിൻ്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ടാകും, വിശകലനങ്ങൾ ഉണ്ടാകും, സമ്മറീസ് ഉണ്ടാവും, മെത്തഡോളജീസ് ഉണ്ടാവും, കൺക്ലൂഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ, റിസൾട്ട് ഉണ്ടാവും, ചർച്ച ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഡോക്യുമെൻറ്റിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. A research report is a formal document that presents the findings and analysis of a study. It details the research problem, methodology, results and conclusions in a structured way. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. അതിലെന്താ ചെയ്യുക, റിസർച്ചേഴ്സ് പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യണത് എന്തിൻ്റെ ബേസിലായിരിക്കും, ചില പ്രത്യേക സ്വഭാവതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ആയിരിക്കും സെലക്ട് ചെയ്യുക. എന്തിനാണ്, അത് സാമ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരേണ്ടത് ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചർ അദ്ദേഹത്തിന് ഒരു സർവേ നടത്തണം. 500 കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെ യൂസേജ്, സോഷ്യൽ മീഡിയ എങ്ങനെ, ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള യൂസേജ് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെ സർവേ. അപ്പോൾ ഈ റിസർച്ചർ എന്താ ചെയ്യുക, അദ്ദേഹത്തിന് ആ പോപ്പുലേഷൻ അറിയാം, കോളേജിൽ എത്ര കുട്ടികളുണ്ട്. 60% പെൺകുട്ടികളും 40% മെയിലുമാണ്. അതിൽ 30% തന്നെ ഫസ്റ്റ് ഇയർകാരാണ്, 40% സെക്കൻഡ് ഇയർകാരാണ്. അങ്ങനെ ആ ശതമാനക്കണക്കൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൽ അദ്ദേഹം എന്താ ചെയ്യുക, ഫീമെയിൽസിനെ 300 പേരെ എടുക്കും. അതായത് 60% പേരെ ഫീമെയിൽസിനെടുക്കും, 40% ആൺകുട്ടികളെടുക്കും. അങ്ങനെ എടുത്തിട്ടാണ് ആ സർവേക്ക് പോവുക. എന്നിട്ട് അവസാനം അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ആവശ്യമായ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്യും. ആ കാറ്റഗറി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു തരത്തിലുള്ള പ്രൊസീജിയറിനെ ആണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Quota sampling is a non-probability sampling method where the researcher selects a sample that reflects the characteristics of the population. If 50% of the population is male, the researcher will ensure their sample also has 50% males. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ പോപ്പുലർ റിപ്പോർട്ട്. അപ്പോൾ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി ഗവേഷണം ചെയ്ത ഒരു റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട്. ഇത് അക്കാഡമിക്കോ അല്ലെങ്കിൽ ഭയങ്കര വിദഗ്ധരായ പ്രേക്ഷകർക്കോ അവർക്കുള്ളതൊന്നുമല്ല, സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ നല്ല പിക്ചർ ഉപയോഗിച്ചിട്ടോ കഥ പറഞ്ഞിട്ടോ സ്റ്റോറി ടെല്ലിങ്ങിൽ കൂടെയോ ഒക്കെ ആയിരിക്കാം ഈ ദൃശ്യസഹായങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് പിക്ചർ റെപ്രസെൻറ്റേഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും. അപ്പോൾ എ പോപ്പുലർ റിപ്പോർട്ട് ഈസ് എ നോൺ ടെക്നിക്കൽ സമ്മറി ഓഫ് എ റിസർച്ച് സ്റ്റഡി റിട്ടൺ ഫോർ എ ജനറൽ ഓഡിയൻസ്. സാധാരണക്കാർക്ക്. It simplifies complex findings using clear language, visuals and sometimes storytelling to make it accessible to everyone or easy for everyone. ഇനി അടുത്തതാണ് വാട്ട് ഈസ് എ ലൈൻ ഗ്രാഫ്. എന്താണ് ലൈൻ ഗ്രാഫ്? ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ടൊരു കാര്യത്തിൽ എന്ത് മാറ്റം വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ലൈൻ ഗ്രാഫ്.
അപ്പോൾ ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണത് എങ്ങനെയാണ്, പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ട് ലൈനാക്കി മാറ്റിയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഓരോ മാസത്തെ വിൽപ്പന അതൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര സാധനങ്ങൾ വിൽക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഗ്രാഫ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ മേലോട്ടാണോ താഴത്തേക്കാണോ ഒക്കെ അതൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ലൈൻ ഗ്രാഫ്. A line graph is a type of a chart used to display information that changes over time. It uses points connected by a line to show trends or relationship between two variables. ഇനി അടുത്തതാണ് വാട്ട് യു മീൻ ബൈ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ ഫോക്കസ് എന്നുള്ള വേർഡ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. ഫോക്കസ് ചെയ്യുക, ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ക്രിയേറ്റ് ചെയ്യും. അവരൊരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു പ്രത്യേക ടോപ്പിക്ക് ചർച്ച എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആരെ കീഴിൽ, ഒരു മോഡറേറ്ററിൻ്റെ കീഴിൽ നിന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പുതിയ ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ് ഇറങ്ങണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നേടാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ ഉപയോഗിക്കും. കുറച്ച് ആളുകളൊക്കെ ഇരുത്തിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലയോ എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഈസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് വെർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, യൂഷ്വലി 6 to 10, ആർ brought together to discuss a specific topic under the guidance of a moderator. It is used to gather opinions and insights on products, services or ideas. ഇനി അടുത്തതാണ് വാട്ട് ഈസ് എ കേസ് സ്റ്റഡി. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരൊറ്റ വിഷയത്തിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തുന്ന ആ ഒരു രീതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ എന്താ ചെയ്യുക, ഒരു വിജയിച്ച ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് വിജയിച്ചതിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അവരുപയോഗിച്ച വളർച്ചാ തന്ത്രങ്ങൾ, അവരെങ്ങനെയാണ് ബിസിനസ്സിൽ വിജയിച്ച് അത്തരത്തിലുള്ള തന്ത്രങ്ങൾ, ട്രിക്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു കേസ് സ്റ്റഡി നടത്തും. സോ എ കേസ് സ്റ്റഡി ഈസ് an in-depth, detailed examination of a single subject such as person, group or organization. It is used to explore a real-life situation and provide a deeper understanding of a particular phenomenon. അപ്പോൾ ഇതാണ് BBAയുടെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഹെൽപ്ഫുൾ വീഡിയോ ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇനി എങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.